ഹലോ ഫ്രണ്ട്സ്, നല്ല വിജനമായ റോഡുകൾ. കൊറോണക്കാലത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോഴാണ് റോഡൊക്കെ ഇതുപോലെ ഫ്രീ ആയിട്ട് കിടക്കണം കണ്ടാണ്. അതിനുശേഷം ദേ ഇന്നും ബിക്കോസ് ടൈം രാത്രി 1 മണിയായേ. ഈ പാതിരാത്രിക്ക് എല്ലാവരും കൂടെ ഇത് എങ്ങോട്ടേക്കാന്നല്ലേ? ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ സൗത്ത് ഐലൻഡിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ട്രിപ്പിൻ്റെ ആദ്യഘട്ടം വെല്ലിംഗ്ടൺ ടു പിക്ടൺ ഫെറി. അങ്ങനെ കറക്റ്റ് ടൈമിൽ ചെക്കിനൊക്കെ ചെയ്ത് വണ്ടി ഞങ്ങൾ ഓടിച്ച് കപ്പലിൽ കയറ്റാ. ഇത്തവണ ഞങ്ങൾ ബ്ലൂ ബ്രിഡ്ജിൻ്റെ ഫെറിയാണ് ചൂസ് ചെയ്തേക്കണത്. നമ്മളിവിടെ ഫ്ലൈറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ എയർ ന്യൂസിലൻഡും ജെറ്റ് സ്റ്റാറും കമ്പയർ ചെയ്യണ പോലെ വെള്ളത്തിലെ രാജാക്കന്മാരാണ് ഇന്റർ ഐലൻഡറും നമ്മുടെ ബ്ലൂ ബ്രിഡ്ജും. അങ്ങനെ നമ്മുടെ വെള്ളത്തിലെ എയർ ന്യൂസിലൻഡ് ഇന്റർ ഐലൻഡറും ജെറ്റ് സ്റ്റാർ നമ്മുടെ ബ്ലൂ ബ്രിഡ്ജും ആണ്. അതായത് കമ്പാരിറ്റീവ്ലി കുറച്ച് ചീപ്പർ ബ്ലൂ ബ്രിഡ്ജാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്ത് നേരെ നമ്മുടെ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറി. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയാണ്. 3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഏരിയ ഉണ്ട്. അങ്ങനെ അവരുടെ കാര്യവും സെറ്റ്. ഇന്ന് സ്കൂൾ വിട്ടപ്പോൾ തന്നെ അഡൂസ് അല്ലൂസ് നല്ലോണം കിടന്നുറങ്ങി. അതുകൊണ്ട് രാത്രി 2 മണിയായിട്ട് നല്ല വെട്ടുകിളി പോലെ നിൽക്കുക. ഇവരൊന്ന് കുറച്ചു നേരം ഉറങ്ങിയാലല്ലേ നമുക്കൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുള്ളൂ. എവിടെ ഫെറിയിൽ കിടക്കാൻ വേണ്ടി ക്യാബിൻസൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ നോക്കിയപ്പോഴേക്കും എല്ലാവരും സോൾഡ് ഔട്ടായി. അതുകൊണ്ട് ഇവിടെ തന്നെ 3 മണിക്കൂർ തള്ളി നീക്കണം. മൂന്ന് മണിക്കൂർ ഷഡേന്ന് പോയി. നമ്മളങ്ങനെ സൗത്ത് ഐലൻഡ് എത്തി. പിള്ളേരൊക്കെ അവസാനമായപ്പോഴേക്കും ഉറങ്ങിപ്പോയി. അങ്ങനെ ഒക്കേത്തിനെയും പൊക്കി നമ്മുടെ കാറിലേക്ക് പോവാ. സമയം വെളുപ്പിന് 5:30 മണി. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഇവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സെറ്റായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഷിപ്പിൽ നിന്ന് വണ്ടി സൗത്ത് ഐലൻഡിലേക്ക് ഇറക്കുക. ഇവിടെ നിന്ന് നേരെ ക്രൈസ്റ്റ് ചർച്ച്. ഏകദേശം 5 മണിക്കൂറുണ്ട് ഈ റൈഡ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് എന്നുള്ള സൈൻ ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിന് പ്രത്യേക കുളിർമ. സൗത്ത് ഐലൻഡ് എത്തി വന്ന എത്ര വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് 2019 ഇതുപോലൊരു ഫെറി കയറിയാണ് ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്ക് മൂവ് ചെയ്തത്. ഇപ്പം എത്ര വർഷമായി എന്താല്ലേ? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ നമ്മൾ ഫെറിയൊക്കെ കയറി സൗത്ത് ഐലൻഡ് എത്തി. ഇനി ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂറും 18 മിനിറ്റും ക്രൈസ്റ്റ് ചർച്ച്. ടടട്ടടാങ്. കാതികന്മാർ പറയണ പോലെ സുപ്രഭാതം പൊട്ടിവിടർന്നു. ഭർത്താക്കന്മാരെ കാത്ത് ഭാര്യമാർ പൂമുഖവാദിക്കൽ നാണത്തോടെ നിൽക്കണ പോലെ ഞങ്ങളെയും കാത്ത് സൂര്യൻ മലകൾക്ക് പിന്നിൽ നാണത്തോടെ നിന്നു. എൻ്റെ മോനെ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നോർത്ത് ഐലൻഡിനേക്കാളും ഒരു പിടി മുന്നിലാണ് നമ്മുടെ സൗത്ത് ഐലൻഡ്. ഒരു പഴയ മലയാളം പാട്ടൊക്കെ ഇട്ടൊരു ഡ്രൈവിന് പോയാണ്ടല്ല, വി വിൽ ഫോൾ ഇൻ ലവ്. അങ്ങനെ ഉറക്കമൊക്കെ തെളിഞ്ഞ് നമ്മുടെ പിള്ളേരൊക്കെ എണീറ്റു. അതുകൊണ്ട് കാറൊന്ന് ചവിട്ടി ഒന്ന് നടുവൊക്കെ നിവർത്തി സെറ്റാവാന്ന് വിചാരിച്ചു. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പണ്ട് ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ച് വിട്ട് വെല്ലിംഗ്ടണിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഈ വഴിയൊക്കെ വലിയൊരു എർത്തിയൊക്കെ കഴിഞ്ഞ് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പുതുക്കാഴ്ചകളാണ്. നല്ലൊരു ഉറക്കം കഴിഞ്ഞുകൊണ്ട് പിള്ളേരൊക്കെ ഫുൾ ഫ്രഷ്. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അടുത്ത ലോങ് ഡ്രൈവിന് വേണ്ടി റെഡിയായി. നമ്മുടെ സൂര്യൻ അങ്ങോട്ട് പൊട്ടി വിടരണോളൂ. എന്താ വ്യൂ! എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കാറെടുത്ത് പോകുന്ന വഴി പെട്ടെന്ന് ദേ സൈഡിലൊരു സാധനം നിൽക്കണു. വണ്ടി ചവിട്ടി ദേഹം ഇറങ്ങി നോക്കിയപ്പോ എന്താ found a seal. ക്ലാപ്പ് കാണിച്ചു കൊടുത്തു. ക്ലാപ്പ് 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 ഹൈഫൈ ഒന്ന്
സീൽ കോളനി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. പക്ഷെ അതും നോക്കി എന്നാൽ നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് എത്താൻ വൈകും. അതുകൊണ്ട് യാത്ര തുടരട്ടെ, നമ്മുടെ വീഡിയോസും തുടരും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി വണ്ടി ഓട്ടിച്ച് നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് എത്തി. അതാണ് എല്ലാവർക്കും ഇത്ര സന്തോഷം. ക്രൈസ്റ്റ് ചർച്ച് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നില്ലേ? പോരാത്തതിന് ഞാൻ ന്യൂസിലൻഡിലേക്ക് ആദ്യമായിട്ട് പഠിക്കാൻ വന്നത് ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ്. സോ ദിസ് ട്രിപ്പ് ഈസ് സോ സ്പെഷ്യൽ. നമ്മുടെ കുഞ്ഞളിയനും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്കാണ് പോക്ക്. കൊച്ചു ഏത് കുത്തുബ് ഉള്ള ക്രൈസ്റ്റ് ചർച്ച്. ഹലോ, പറഞ്ഞെന്താന്ന് പറഞ്ഞു? ഇത് സലാമി ബൈറ്റ്. ബൈറ്റ് ചെയ്ത് കാണിച്ചോടത്തെ. പിള്ളേരെ നോക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുണ്ട്, അതുകൊണ്ട് നമുക്കൊരു റിലാക്സേഷൻ ഉണ്ട്. എന്തായാലും കുഞ്ഞാങ്ങളയ്ക്ക് കൈപ്പുണ്യമുണ്ട്. ഞങ്ങൾ വന്നത് പ്രമാണിച്ച് ഫ്രൈഡ് റൈസ്, ചില്ലി പോർക്ക്, പെപ്പർ ബീഫ്, സാൽമൺ ഫ്രൈ. ചെത്താലേ കുഞ്ഞളീനെ കാണാൻ ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ പിള്ളേരുടെ കോളി ആൻറ്റിയും ഡിക്സൺ അങ്കിളും ഉണ്ട് ഇന്ന് ഇവിടെ. പിന്നെന്ത് വേണം, മൊത്തം അടിച്ചുപൊളിയല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? ക്രൈസ്റ്റ് ചർച്ച്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെന്ന സ്ഥലത്തോട് എല്ലാവർക്കും ഒരു പ്രത്യേക മുഹബത്ത് ഉണ്ടാവും. ഇന്നത്തെ ഞങ്ങളുടെ ഈ പോക്ക് ക്രൈസ്റ്റ് ചർച്ചിലെ ഞങ്ങളുടെ തറവാട്ടിലേക്കാണ്. ക്രൈസ്റ്റ് ചർച്ചിലുണ്ടായിരുന്ന 2 വർഷവും ഞങ്ങൾ അലക്സേട്ടൻ എന്ന് വിളിക്കണേ. അതായത് ന്യൂസിലൻഡിൽ 3 പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരാൾ. സോണി, അലക്സ്, ലെക്സി. ഈ 3 പേരിൽ ഏത് വിളിച്ചാലും ആൾ വിളിയേക്കും. ഈ അലക്സേട്ടൻ്റെയും മിന്നുച്ചേച്ചിയുടെയും കൂടെയായിരുന്നു. പക്ഷെ ഞങ്ങൾ നിന്നത് ഈ വീട്ടിലായിരുന്നില്ല, ഞങ്ങളുടെ സ്വന്തം 40 സ്റ്റെഡ്മൻ റോഡ്. എന്തായാലും ഞങ്ങൾ കൂടെ നിന്ന ഐശ്വര്യത്തിൽ അലക്സാണ്ടറിന് വെച്ചടി കയറ്റായിരുന്നു. അവസാനം ഇവിടെ എത്തിയില്ലേ. എന്തായാലും അത് ഓർത്തുകൊണ്ട് കൂടെ വന്ന് നിൽക്കാൻ ഞങ്ങളോട് പറയില്ലേ എന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഇവിടെ കാണാൻ കുറേ കാഴ്ചകളുണ്ട്, വഴിയെ കാണാം. അയ്യോടാ, It can shock us. ഷോക്ക്. Can we touch it? Again. വാടാ, ഒന്ന് അടുത്തേക്ക് വാ. എന്നിട്ടാണ് നിന്റെ ചവിട്ടിട്ടിയാ തീർന്ന്. മിന്നൂസ് കിച്ചൺ. ന്യൂസിലൻഡിൽ വന്നിട്ട് ചിന്നു കുക്കിങ്ങിൻ്റെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ചത് മിന്നു ചേച്ചിയുടെ അടുത്തുനിന്നാണ്. അവസാനം അവിടെ തന്നെ എത്തി. ഇന്ന് പിന്നെ മോണ്ടി തേസ്ഡേ അല്ലേ, അതുകൊണ്ട് പെസഹാപ്പവും പാലും ഉണ്ടാക്കാനുള്ള പണികളിലാണ്. ടീമിന്റെ പാല് ഇന്ന് മിന്നു ചേച്ചിയുടെ കാലിന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് മിന്നു ചേച്ചിക്ക് ഇന്ന് റെസ്റ്റ്. മിന്നു ചേച്ചി അവിടെ നിന്ന് പറയും, ഞങ്ങളിവിടെ ഉണ്ടാക്കും. എന്താലേ. അലക്സേട്ടൻ്റെ ചാച്ചനും മമ്മിയും കൂടി ഉണ്ടായെങ്കിൽ പരിപാടി കുറച്ചുകൂടെ കളറായേനെ. പക്ഷെ അവർ നാട്ടിൽ കറങ്ങാൻ പോയേക്കാലേ. എന്തായാലും നിമിഷ നേരം കൊണ്ട് നമ്മുടെ അപ്പവും പാലും റെഡി. അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഐശ്വര്യമായിട്ട് ഞങ്ങൾ പെസഹ ആഘോഷിച്ചു. 2 കള്ള. അങ്ങനെ കാർന്നോർ സ്ഥാനത്ത് നിന്ന് അലക്സേട്ടൻ എല്ലാവർക്കും അപ്പവും പാലും കൊടുത്തു. നമ്മുടെ കെയറൂസിന്റെ ആദ്യത്തെ മോണ്ടി തേസ്ഡേ ആണ് ട്ടാ. കണ്ടത് നിജം, കാണപ്പോകത്
പക്കതാനെ പോറേ. അപ്പം നാളെ കാണാം. ആർ യു ഓക്കെ ടു ട്രാവൽ? നാട്ടിൽ എൻജിനീയറിംഗും കഴിഞ്ഞ് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് അവരുടെ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു ഐ ലവ് ട്രാവലിംഗ്. അവസാനം ട്രാവലിംഗ് കാരണം ആ ജോലിയും രാജിവെച്ച് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോന്നു. പക്ഷെ ഇവിടെ ട്രാവലിംഗ് മടുക്കില്ലട്ടാ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ക്രൈസ്റ്റ് ചർച്ചിനോട് ബൈ ബൈ പറഞ്ഞ് ഒരു റോഡ് ട്രിപ്പിന് ഇറങ്ങിയതാ. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഫെയർലി. ഇവിടെ വണ്ടി ചവിട്ടാൻ കാരണമുണ്ട് കേട്ടാ. ദ ഫേമസ് ഫെയർലി ബിഗ് ഹൗസ്. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ നമ്മൾ ഇവിടെ എത്തി. അപ്പോഴേക്കും കടയിൽ ക്യൂ ആയി തുടങ്ങിയിട്ടാ. നമ്മുടെ കേരളത്തിന്റെ 1/3 പോപ്പുലേഷനുള്ള ന്യൂസിലൻഡില്. എന്നിട്ടും എവിടെയെങ്കിലും ക്യൂ കണ്ടാ നോക്കണ്ട മക്കളെ, ഐറ്റം പൊളിയായിരിക്കും. മേക്കപ്പ് ഒക്കെ ഇട്ടല്ലേ, മുടി സ്ട്രൈറ്റ് ചെയ്തു, മേക്കപ്പ് ഇട്ടു. വേറെ സാധനം നോക്കി. I need 10 more. Pork belly. താങ്ക് യു. ചെറുപ്പത്തിൽ ആൾത്താർ സംഘത്തിലുണ്ടായിരുന്നപ്പോൾ പെസാ വ്യാഴാഴ്ച നമ്മുടെ കാലഴുകിമുത്തലൊക്കെ കഴിഞ്ഞ് അച്ഛനെല്ലാവർക്കും പൊതി വിതരണം ചെയ്യില്ലേ. ഇത് കണ്ടപ്പോൾ അത് ഓർമ്മ തന്നെ. ഓർമ്മകളൊക്കെ അവിടെ ആയിക്കട്ടെ. അപ്പം പറഞ്ഞു വന്നത് ഫെയർലി ബേക്ക് ഹൗസ്. നമ്മുടെ നാട്ടിലെ മുട്ടപ്പപ്സും സമോസയൊക്കെ പോലെ ന്യൂസിലൻഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇവിടുത്തെ പൈ. അങ്ങനെ വെറൈറ്റി പൈ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഫെയർലി ബേക്ക് ഹൗസ്. ഞാൻ ട്രൈ ചെയ്ത് ഇവിടുത്തെ ഫേമസ് ആയിട്ടായ പോർക്ക് ബെല്ലി പൈ ആണ്. ടോപ്പിംഗ് ആയിട്ടൊരു പോർക്ക് ബെല്ലി ഉണ്ട് കേട്ടോ, ക്രിസ്പി ക്രിസ്പി. ഇത് മാത്രമല്ല കേട്ടാ, നമ്മുടെ സാൽമൺ ആൻഡ് ബേക്കൺ ഉണ്ട്, പിന്നെ വെനീഷ്യൻ ആൻഡ് ക്രാൻബെറി, അങ്ങനെ ലിസ്റ്റ് അങ്ങനെ നീളും. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകളോളം ട്രാവൽ ചെയ്ത ആൾക്കാർ ഇവിടെ വരും. അപ്പം മനസ്സിലാക്കാമല്ലോ ഐറ്റത്തിൻ്റെ റേഞ്ച്. പിന്നെ ഇവർ വാരിക്കൂട്ടിയ അവാർഡുകളും മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ വഴി പോണവര് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഈ യാത്രകളുടെയൊക്കെ ഉദ്ദേശം തന്നെ ടു ക്രിയേറ്റ് മെമ്മറീസ് ആണല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങോട്ട് പൂശി ഇനി അടുത്ത സ്റ്റോപ്പിലേക്ക്. അപ്പോൾ കൂടെ പോരെ. ബൈ കൂട്ടുകാരെ, നമുക്കിനി ലേക്ക് ടിക്കാപ്പ് പോയാലോ? സന്ധ്യ വരും മുമ്പേ ഓടി ക്യൂൻസ് ടൗൺ എത്തണ്ടേ. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ലേക്ക് ടെക്കാപ്പോ. മുകളിലാണെങ്കിൽ നീലച്ചായം പൂശി പോലെ നീണ്ടു നിവർന്ന് കിടക്കണ ആകാശം, താഴെയാണെങ്കിലോ കണ്ണാടി പോലെ തിളങ്ങണ തടാകവും, അതിൻ്റെ ഇടയിൽ വരച്ച് വെച്ച പോലെ ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ പള്ളി. നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളാവാൻ ഇതൊക്കെ പോരളിയാ. ഫോട്ടോസ് ആണെങ്കിൽ എടുത്തിട്ടും മതിയാവണില്ല. നമ്മുടെ 4K HD ക്വാളിറ്റി ഒക്കെ അങ്ങോട്ട് മാറിയിരിക്കും. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഇത് ഫോട്ടോ അല്ല റിയാലിറ്റി ആണെന്ന് മനസ്സിലാവുന്നത് തന്നെ. എന്താല്ലേ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് കണ്ടിപ്പോൾ 2 ചുവട് വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിലെ ഡാൻസർ ഉണർന്നു. സ്ഥലം കാണാൻ വന്ന ടൂറിസ്റ്റുകളുടെയൊക്കെ ശ്രദ്ധ ഡാൻസിലേക്ക് മാറിയപ്പോൾ ആ പരിപാടി അവിടെ ഉപേക്ഷിച്ചു. നമുക്ക് ഈ സ്റ്റൈലിലുള്ള നടത്തം തന്നെയാണ് നല്ലത്. നമ്മുടെ ബിഗ് ബി മൂവിയിൽ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ബ്രദേഴ്സും നടന്നോണമല്ലേ. കണ്ടാ പറയില്ലെന്നുള്ളൂ, ബ്രദേഴ്സ് അല്ല പിള്ളേരട്ടാ. വർഷങ്ങൾക്ക് മുന്നേ പഠിക്കാൻ വന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാനിവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. അതും നൈറ്റ് സ്റ്റാർ വാച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് പൂരപ്പറമ്പ് നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് നക്ഷത്രങ്ങൾ. അതിൻ്റെ ഇടയിൽ എനിക്ക് നിൽക്കാനൊരു ഗ്യാപ്പ് തരൂ എന്ന് പറഞ്ഞ് നമ്മുടെ മൂണും. ഈ കാഴ്ചയൊക്കെ വേറെ എവിടെ കാണാൻ പറ്റും? സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ ഗ്രീക്ക് ദേവത ആ നിശ്ചലയായി കിടക്കുന്ന തടാകത്തിലേക്ക് നോക്കി നിന്നു. കവിഭാവന കവിഭാവന. അപ്പോൾ ഇനി നേരെ അടുത്ത സ്പോട്ടിലേക്ക് കാണാട്ടാ. ബൈ. ഹലോ ഫ്രണ്ട്സ്, കിഡ്സായിട്ട് ട്രാവൽ ചെയ്യണവർക്കറിയാം അടിക്കടിയുള്ള സ്റ്റോപ്പുകൾ വളരെ അനിവാര്യമാണ്. ദൈവം സഹായിച്ച് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ടിൽ എവിടെ ചവിട്ടിയാലും വളരെ അതിമനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ ലേക്ക് ടെക്കാപ്പോ വിട്ട് നമ്മൾ ലേക്ക് പുക്കാക്കി എത്തി. വ്ളോഗ് 5, 6, 7 എല്ലാം ഒരു ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. ഉറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ആര്? ദ നറേറ്റർ ഓഫ് ദിസ് വീഡിയോ. എല്ലാവരും ഉറങ്ങുകയാണ്. വീഡിയോ എഡിറ്റർ ഉണർന്നിരിക്കുന്നു.
വീഡിയോ എഡിറ്ററിന്റെ അനിയൻ. വീഡിയോ എഡിറ്ററിന്റെ അനിയൻ. ഹലോ ഫ്രണ്ട്സ്, കക്കാനും പിടിക്കാനൊന്നും പോയില്ലെങ്കിലും രാത്രി കാലങ്ങളിൽ കുട്ടികളുടെ ശല്യം കാരണം ഉറക്കം അങ്ങോട്ട് ശരിയാവണില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഉറങ്ങിപ്പോയതുകൊണ്ടാണോ എന്നറിയില്ല, അടുത്ത സ്ഥലത്തേക്ക് ടപ്പേന്നെത്തി. ദ ഫേമസ് ക്ലേ ക്ലിഫ്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ കാറ്റും മഴയൊക്കെ കട്ട പണിയെടുത്തിട്ടാണ് ഈ കാണുന്ന രൂപത്തിൽ ഇതായേട്ടാ. നമ്മുടെ പ്രകൃതിയുടെ ഒരു ലീലാവിലാസങ്ങളെ. കല്ലും മണ്ണും പ്രണയിച്ചുണ്ടായ ഒരു അത്ഭുത പ്രതിഭാസം ദ ക്ലേ ക്ലിഫ്. ന്യൂസിലൻഡിൽ പിന്നെ എവിടെ ചെന്നാലും അവിടുത്തെ ചരിത്രമൊക്കെ ഇതുപോലെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. സ്റ്റോറി ടെല്ലിംഗ് ടൈം. ദിസ് ഈസ് ദ ഡ്രൈവർ ഓഫ് അവർ കാർ. സിംഗിൾ ആണ്. പെണ്ണാരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. കമന്റ് ബില്ലൊക്കെ ഒന്ന് നന്നായിട്ട് കാണിച്ചുതരാം. നല്ല സുന്ദരനാണ്. കാതൊക്കെ കുത്തിയിട്ടുണ്ട് ഗൈസ്. വാച്ചൊക്കെ ഉണ്ട്, കണ്ണടയുണ്ട്. വാച്ച് പക്ഷെ അപ്പന്മാരുടെ വാച്ച് ഞങ്ങൾ നറേറ്ററിന് ഒന്നും കൂടി കാണിച്ചു തരാം. താടിക്ക് കഴിഞ്ഞിട്ട് തുടങ്ങിപ്പോയി. പക്ഷെ കൊഞ്ഞണൊക്കെ കുത്തും. നോട്ടി പോയാണ്. വാച്ചിനെ ചൊല്ലിയുള്ള വഴക്ക്. ഇത് പറഞ്ഞാല് നമ്മുടെ ഈ വാച്ചിനെ ചൊല്ലി മാച്ച് ചെയ്യണ സാധനം വേണ്ടേ നമ്മളുടെ നമ്മുടെ ഒരു ബോഡിക്ക്. ഒരു ആന പോലത്തെ ആളും ഒരു ചെറിയൊരു വാച്ചും. ഇതാണ് ഫ്രൂട്ട്സ്. At last we reached our final spot, Queenstown. Hello guys. ക്യൂൻസ്റ്റൗൺ എത്തിയ ഉടനെ നേരെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. എന്തായാലും അക്കോമഡേഷൻ കൊള്ളാം. നല്ല അതിവിശാലമായ കാർ പാർക്കിംഗ്. മുകളിൽ നമ്മുടെ യൂത്തന്മാരെയും യൂത്തികളെയൊക്കെ പാർക്ക് ചെയ്യാം. താഴെ ഞങ്ങൾ കപ്പിൾസും. സമയം ഞങ്ങൾക്ക് വളരെ പരിമിതമാണ്. അതുകൊണ്ട് വേഗം തന്നെ വന്ന ഉടനെ ഫുഡൊക്കെ ചൂടാക്കി ഇനി കുറച്ച് ഇന്ധനം നിറയ്ക്കുക, നേരെ കറങ്ങാൻ പോവാ. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഞങ്ങൾ അതിരാവിലെ പുറപ്പെട്ടതാ. പക്ഷെ സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നപ്പോൾ ഇവിടെ എത്താൻ 4 മണി ആയിരിക്കണോ. ക്യൂൻസ്റ്റൗൺ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഹലോ ഫ്രണ്ട്സ്, വി ആർ ഇൻ ക്വീൻസ്റ്റൗൺ. ഇവിടുത്തെ നമ്മുടെ കറക്കം സ്കൈ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ ക്യൂൻസ്റ്റൗൺ മൊത്തത്തിലൊന്ന് കാണാമല്ലോ. ഇതിൻ്റെ എൻജിനീയറിംഗ് നമ്മൾ നേരിട്ട് തന്നെ വിറ്റ്നസ് ചെയ്യണം. മനുഷ്യന്മാരുടെ ഓരോ കഴിവുകളെ. ഇത്രയും ആൾക്കാരെയും കൊണ്ട് ഇത്രയും ഉയരത്തിലേക്ക് ഇത്രയും സേഫായിട്ട് ഒരു അനക്കം പോലും ഇല്ലാണ്ട് കൊണ്ടുപോകണമെങ്കിൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. നമ്മളൊരു ഫ്ലൈറ്റും പിടിച്ച് ക്യൂൻസ്റ്റൗൺ മൊത്തത്തിൽ കാണാൻ പോയാൽ എങ്ങനെയുണ്ടാവും? ഇത് അതിൻ്റെ ഒരു വേറെ വെർഷൻ. എന്തായാലും വീഡിയോ കാഴ്ചകളെക്കാളും അതിമനോഹരമാണ് നേർക്കാഴ്ചകൾ. അത് പറഞ്ഞു ഫലിപ്പിക്കാൻ കുറച്ച് പാടാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ ഈ മലയുടെ മുകളിലൊക്കെ കുറച്ച് ഡൈനോസറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായേനെ. അങ്ങനെ ഫൈനലി നമ്മളിവിടെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെയാണ് എല്ലാ ആക്ടിവിറ്റീസും. ഇവിടുത്തുകാരുടെ ഏറ്റവും പ്രാന്തമുള്ളൊരു ഹോബിയാണ് മൗണ്ടെയിൻ ബൈക്കിംഗ്. അവർ ബൈക്കൊക്കെ കയറ്റി ഇവിടെ മുകളിൽ വരും, എന്നിട്ട് നേരെ ഷുർന്നും പറഞ്ഞ് താഴേക്ക് പോകും. എന്തല്ലേ മറ്റേ സാധനം ലൂയിജ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ പോവല്ലേ? ഇവിടെ മോളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എൻ്റെ പൊന്ന് സാറേ കള്ളം പറയാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇന്ത്യക്കാർക്ക് കശ്മീർ പോലെയാണ് ഇവിടുത്തുകാർക്ക് ക്യൂൻസ്റ്റൗൺ. അതായത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ടൂറിസ്റ്റ് പ്ലേസ്. വി ആർ ഗോയിങ് ടു ട്രൈ ദ ലൂയിജ് റൈഡ്. കഴിഞ്ഞ വർഷം റോട്ട്രോവേ പോയപ്പോൾ ഞാനാ ഡൂസ് ഇതൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ അന്ന് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ചിന്നുന് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സംഭവം പൊളിയാണ് കേട്ടോ, മസ്റ്റ് ട്രൈ. കടല് കടല് കടൽ കടന്നൊരു മാത്തുക്കുട്ടി. Do you know we did the luge and it was sick. We did the hard one. We're shaking. This is the scariest. സംഭവം കൊള്ളാട്ടാ. വി ഓൾ എൻജോയ്ഡ്. പക്ഷെ നമ്മുടെ പാവം കൈറൂസിന് മാത്രം ട്രൈ ചെയ്യാൻ പറ്റിയില്ല. സാരില്ല, ഒരു വരൂടെ വരാം. അടുത്ത വീഡിയോ കാണാം. ബൈ. ഹലോ ഫ്രണ്ട്സ്,
അങ്കമാലിക്കാർക്ക് അങ്കമാലി പോർക്ക് പോലെ ക്യൂൻസ്റ്റൗൺകാർക്ക് ഇത് ഫെർഗ് ബർഗർ. ന്യൂസിലൻഡിൽ ക്യൂൻസ്റ്റൗൺ ഫേമസ് ആണെങ്കിൽ അതുപോലെ തന്നെ ഫേമസ് ആണ് ഇവിടുത്തെ ബർഗറും. ക്യൂൻസ്റ്റൗണിൽ കറങ്ങാൻ വന്ന ഒരു നേരെങ്കിലും ഇവിടെ നിന്ന് ബർഗർ ടേസ്റ്റ് ചെയ്യാണ്ട് പോണവർ വളരെ ചുരുക്കം. അതുകൊണ്ട് ഞങ്ങളായിട്ട് ആ കീഴ്വഴക്കം മുടക്കിയില്ല. ക്യൂൻസ്റ്റൗണിൽ ഞങ്ങളെടുത്ത അക്കോമഡേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഫെർഗ് ബർഗർ. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോയി വാങ്ങി ഐറ്റം വീട്ടിൽ വന്നിരുന്ന് കഴിക്കുക. ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് പല വെറൈറ്റി ബർഗറുകൾ ഓർഡർ ചെയ്തു. ബീഫ് ഉണ്ട്, പോർക്ക് ഉണ്ട്, എന്തിനേറെ പറയണു വെജിറ്റേറിയൻ ബർഗർ വരെ ഉണ്ട്. ഇത് ബർഗർ എന്ന് പറഞ്ഞൊരു 1.5 ബർഗറാണ് കേട്ടോ. Some random seeds. കൂട്ടത്തിൽ എല്ലാവർക്കും മൊത്തത്തിൽ ഒരെണ്ണം കഴിച്ചു തീർക്കാനുള്ള ആവതില്ല. എന്തായാലും പേര് പോലെ തന്നെ ഐറ്റത്തിന്റെ ടേസ്റ്റും കൊള്ളാം. ഇപ്പൊ ക്യൂൻസ്റ്റോൺ പോവാൻ പ്ലാൻ ഉള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം. മസിലൊക്കെ ഒന്ന് അങ്ങോട്ട് പെരുക്കട്ടെ. ആറ്റു നോറ്റുണ്ടായ കയറൂ ഞങ്ങൾ കടിച്ചൊരുക്കാനായി ആറ്റ് നോറ്റുണ്ടായ കയറൂ. സഹൃദകലാകരായി നാട്ടുകാരെ. അങ്ങനെ ക്യൂൻസ്റ്റൗണിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വനാക്ക ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞ ഒരു പുല്ല് പോലും അനുസരണയില്ലാണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കുള്ള വരച്ചു വെച്ച പോലെ എന്താ ഭംഗി. അങ്ങനെ ഫൈനലി നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ടു സീ ദ വൺ ആൻഡ് ഓൺലി വനാക്ക ട്രീ. ഈ ഒറ്റത്തടി പോലെ നിൽക്കണ ഈ മരത്തിൻ്റെ ഫോട്ടോ കാണാത്തവർ വളരെ വിരളം. ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് നാച്ചുറൽ ലാൻഡ്മാർക്ക് ഇൻ ന്യൂസിലൻഡ്. എന്താലേ, ദ സിമ്പിൾ ഓഫ് റെസിലിയൻസ് ആൻഡ് എൻഡ്യൂറൻസ്. അങ്ങനെ തലക്കെട്ടുകൾ ഒട്ടനേകം. മരത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് അവസാനം മരം പോലെ വളർന്ന കുഞ്ഞളിയൻ്റെയും കുഞ്ഞാവയുടെയും ഫോട്ടോ എടുക്കലായി അവസാനം. ഈ ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഫോണിൻ്റെ മെമ്മറി ഞങ്ങളെ നോക്കി കോക്കിരി കാണിക്കാൻ വഴിയുണ്ട്. നെവർ മൈൻഡ് ബോയ്, ഞങ്ങൾ ഫോട്ടോ എടുക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും ഹൃദയത്തിലും ഫോണിലും സൂക്ഷിക്കാൻ ഒത്തിരിയേറെ ഓർമ്മകളായി. വി ആർ സൈനിങ് ഓഫ് ഫ്രം വനാക്ക. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ റോഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞു. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് കറങ്ങാനിറങ്ങി നമ്മൾ തിരിച്ച് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് തന്നെ പോവാണ്. ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ, ഹോംലി ഫീലിംഗ് മാൻ. പണ്ട് ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിലായിരുന്നപ്പോൾ ഞാനും ചിന്നും എടുത്തോണ്ട് നടന്ന ഞങ്ങളുടെ അപ്പു ഇപ്പം നമ്മുടെ ചെക്കൻ എടുത്തോണ്ട് നടക്കണ പരിവായി. എന്താലേ, കാലം പോയൊരു പോക്കേ. ഇവിടുന്ന് കയ്യും വീശിപ്പോയി ഞങ്ങളാ. ഇപ്പം ഞങ്ങൾക്കും ഇവരെ പോലെ 3 പിള്ളേരായി. വിധിയുടെ വിളയാട്ടം. ഇന്നലകളെ ഇന്നു വരുമോ, ഒന്ന് കാണാൻ കൂടെ വരുമോ. എന്താലേ വരികള്. ഇന്ന് ഫുൾ ഡേ നമ്മൾ ഇവിടെയാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇതുപോലൊരു കാഴ്ച. മനസ്സ് നിറയാൻ വേറെ എന്ത് വേണം. ഇനി വയറും കൂടെ നിറയാനുള്ളൂ. വാവ്, ഇനി നൂലപ്പം ഞൊടിയിടയിൽ. പണ്ട് മിന്നിച്ചേച്ചിയുടെ ദോശക്കല്ല് കണ്ടിട്ടാണ് നമ്മൾ ലുലുമാളി പോയി അതേപോലെ ഒരെണ്ണം പൊക്കിയത്. ഇനി നാട്ടിൽ പോകുമ്പോൾ ഇതൊരെണ്ണം ഇറക്കണം. അങ്ങനെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി വേണം ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഒട്ടുമിക്ക ആണുങ്ങളും സ്വപ്നം കാണുന്നൊരു ഗ്യാരേജ്. അതായിരിക്കും ഇത്. 2017 ഫെബ്രുവരി മാസം 12-ാം തീയതി, അതായത് ഞാൻ ന്യൂസിലൻഡിൽ ആദ്യമായിട്ട് കാല് കുത്തിയ ദിവസം. ഈ പുറം രാജ്യത്തൊക്കെ പഠിക്കാൻ പോയവർക്കറിയാം, നമ്മൾ അക്കോമഡേഷൻ തപ്പി നടക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കറങ്ങിത്തിരിഞ്ഞ് ഞാൻ അലക്സേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ശരമഞ്ചരത്തിൽ ജയൻ കുതിരയ്ക്ക് എണ്ണയൊക്കെ ഇട്ട് തലോടി നിൽക്കണ പോലെ നമ്മുടെ അലക്സേട്ടൻ ഒരു സൂപ്പർ ബൈക്കും തലോടി ഇങ്ങനെ നിൽക്കുക. മനസ്സിലുറപ്പിച്ചു നമ്മുടെ അക്കോമഡേഷൻ ഇത് തന്നെ. അങ്ങനെ അന്ന് ഇവരുടെ കൂടെ കൂടിയതാ. പിന്നെ ക്രൈസ്റ്റ് ചർച്ചിലുണ്ടായിരുന്ന 2 വർഷവും ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഗ്യാരേജാണ് ന്യൂസിലൻഡിൽ നിൽക്കാൻ തന്നെയുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ. എന്താല്ലേ, ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ പോകുമ്പോൾ അതിലൊരു ബൈക്ക് എനിക്ക് തരാമെന്ന് അലക്സേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഗ്യാരേജിൽ എന്തെങ്കിലും പുതിയതായിട്ട് കാണും. പിന്നെ നമുക്ക് ക്യാമ്പിംഗ് ഗ്രൗണ്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സൗകര്യം അവിടെ കൂടെ നമുക്ക് ഡംപ് ചെയ്യാം. പിന്നെ വേസ്റ്റ് വാട്ടർ ഇതുപോലെ തന്നെ ബാക്ക് നമുക്ക് അതൊരു എനിക്ക് പറഞ്ഞാൽ അങ്ങനെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ടൈമായി. അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. മിസ്സാക്കല്ലേട്ടാ. അപ്പോൾ ബബ്ബായി. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിലെ ദിനങ്ങൾ അവസാനിക്കാറായി. ഇനിയൊരു വൈകുന്നേരത്തിൻ്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ നമ്മൾ വെല്ലിംഗ്ടണിലേക്ക് തിരിച്ചു പോകാൻ. അയ്യോ, സാധനം കൊള്ളാലോ. കുട്ടി ഡൈനോസർ മതി പൊക്കോ. തിരിച്ചു പോണതിന് മുന്നേ അല്ലറ ചില്ലറ ഷോപ്പിംഗ്, പിന്നെ വേണ്ടപ്പെട്ട ഒരാളെയും കൂടെ കാണാനുണ്ട്. നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് വിട്ട് വെല്ലിംഗ്ടണിലേക്ക് പോയിപ്പോൾ
വെല്ലിംഗ്ടണിൽ നിന്ന് നമ്മളെ വിട്ട് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് ചേക്കേറിയ ഒരാൾ, ദ വൺ ആൻഡ് ഓൺലി അനിലേട്ടൻ. എന്റെ താടി ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞ അനിലേട്ടന്റെ പണ്ടത്തെ ഫോട്ടോയും എന്റെ പണ്ടത്തെ ഫോട്ടോ അവിടെ ഞാൻ അവിടെ വരുമ്പോ എന്റെ താടി ഇത്ര നിറച്ചിട്ടുണ്ടല്ലോ. എന്റെ പകുതി നിറച്ചിട്ടില്ല എന്റെ താടി. ഞാൻ വില്ലിംഗ്ടണിൽ വെച്ച് ഞാൻ അങ്ങനെ ഡൈ അടിക്കാൻ എന്നാലും ഉണ്ടായിരുന്നു. എന്റെ ദൈവം, ഇത് പെബം കൂടെ എബൻ ചേർന്നാ അറിയൂല. ബാബുവേട്ടാ ഇതൊക്കെ ചെറിയ മുന്തിരിക്കൊല്ലകളതാ. നാട്ടില് മുന്തിരിയാ ഉള്ളത്. നാട്ടില് അങ്ങനെ കഴിക്കോളൂ. ആ സീഡില്ലല്ലോ. ഇതുണ്ടെന്ന് ഒരു 100-150 കിലോ ഉണ്ടാക്കി ഇതിന്റെ അകത്ത്. നിറച്ച് മുന്തിരിയായിരുന്നു. ഓരോരുത്തർ വന്ന 8-10 കിലോ ആയിരുന്നു നിറച്ചിട്ടുണ്ടത്. ഇതിങ്ങനെ കിടക്കണേ. മുന്തിരി ഇല്ലാണ്ട് മുന്തിരിയുടെ ഇല കറി വെച്ച് കഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ തുടങ്ങി കളിയാക്കിക്കൊണ്ട് നീ ഇങ്ങോട്ട് വാ, നിനക്കുള്ള കണ്ടന്റ് ഞാൻ തരാമെന്ന് അനിലേട്ടൻ പറയണു. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാ. ടൈം കുറച്ച് ലേറ്റ് ആയിപ്പോയി, എന്നാലും കൊള്ളാട്ടോ. 2 മൊയലിനെയും കൂടെ ചാമ്പിക്കൊള്ളാൻ പറഞ്ഞതാ, പക്ഷെ ടൈം കിട്ടിയില്ല. അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അലക്സേട്ടന്റെ അവിടെ എത്തി. ദേ അപ്പൊ അടുത്ത പരിപാടി പുതുമോടികൾ. കല്യാണം കഴിഞ്ഞ് ഭാര്യ ഇന്ന് ലാൻഡ് ചെയ്തോളൂ ക്രൈസ്റ്റ് ചർച്ചില്. കൺഗ്രാജുലേഷൻ പാടാൻ നോക്കുകയാണ്. Congratulations and celebration. മേരാ ഭായിയും ഓർ ബഹനും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ അകത്തെ കാഴ്ചകളല്ലേ കണ്ടേ, അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പുറത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അരെ വാ, നമ്മുടെ അല്ലൂസിന് പറ്റിയ അതേ സൈസിലുള്ള പോർക്കുകൾ. വാട്ട് എ ക്യൂട്ട് പന്നീസ്. ഫുഡ് കൊടുത്ത് ഫിജാവ് ഇഷ്ടായില്ലട്ടാ കുട്ടു. നമ്മുടെ കുട്ടൂസാണ് ഇന്നത്തെ ഞങ്ങളുടെ ഗൈഡ്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ എങ്ങനെ നടന്ന ചെക്കനാ. പിള്ളേരൊക്കെ സ്മാർട്ടായി പോയില്ലേ. എനിക്കും ജിന്നുവിനും പിന്നെ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടേ ഭ്രാന്താണ്. ഞങ്ങളിവിടെ മുന്നേ ഉണ്ടായിരുന്നപ്പോൾ ഒരു ബൗബവും കുറച്ച് ബണ്ണീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴോ ഓ മൈ ഗാഡ്. അറിയാവുന്നുണ്ടോ സംസാരിക്കുന്നു. ഇല്ല കുട്ടുണ്ടല്ലോ കൂട്ടില്ല ട്രെയിനർ കടിക്കില്ല, തുപ്പോളൂ. മറ്റേ ജുറാസിക് വേൾഡില് മറ്റേ മൂക്കത്ത് തൊട്ട് നിർത്തണ പോലെ നിർത്ത് പൊന്നാ. ട്രെയിൻ ചെയ്. പുല്ല് ഞാനെല്ലാം ഇവിടെ ഇട്ടാണ്. ഞാൻ അടുത്ത് തരാൻ വേണമെങ്കിൽ. പുല്ല് വേണോ? തുപ്പൂട്ട അതേ എടുക്കണ്ട്. തുപ്പലും എടുക്കണ്ട് വായില്. ടച്ച് ചെയ്യാൻ പാടാ. അത് ചവച്ചുണ്ട്, ചവച്ചിട്ട് അൽപ്പക്കക്ക് ഈ സൗണ്ട് അല്ല പൊന്നാ. കണ്ട ഫൈനലി ഐ ഡിഡ് ഇറ്റ്. എല്ലാവരും ഇവരൊക്കെ എന്തീ കാണിക്കണേ? എടാ നീയാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. ഇവിടെ വന്നേ നീ. Which one? ദേ ഏതോ സാധനം അറ്റാക്ക് ചെയ്യുന്നു. ഇല്ല. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിനോട് ബൈ ബൈ പറയാൻ ടൈമായി. നമ്മുടെ കാൽവിനെ കണ്ട ക്രൈസ്റ്റ് ബാഗ് ഇട്ട് നിൽക്കണ പോലെ ഇല്ലേ. കോടാമഞ്ഞിൻ ഓഹോ, രാത്രി വണ്ടി ഓഹോ. ഇനി വണ്ടി നേരെ പിക്ടണിലേക്ക്.
ഇടയിൽ സ്റ്റോപ്പൊന്നുമില്ല, കാരണം ലേറ്റായ ഫെറി നമ്മളെയും കൂട്ടാണ്ട് പോകും. അതുകൊണ്ട് പോണ വഴി മഗ്ഡിന്ന് കുറച്ച് ബർഗർ വാങ്ങി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വണ്ടിയിലാക്കി. Here's my burger. അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ പിക്ടണെത്തി ചെക്ക് ഇൻ ചെയ്ത് നേരെ ഷിപ്പിന്റെ അകത്തേക്ക്. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കൂറ്റാക്കുറ്റി ഇട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഇനി വേണം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോവാൻ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് നേരെ ഷിപ്പിന്റെ അകത്തേക്ക് കയറി. മൊത്തത്തിലുള്ള ലുക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന ഷിപ്പിനേക്കാളും കുറച്ചുകൂടെ ബെഡാ ഷിപ്പാണ് ഈ ഷിപ്പ്. ബെഡ ആയാലും ചോട്ട ആയാലും പോകുമ്പോഴുള്ള ആവേശം തിരിച്ചു വരുമ്പില്ല കേട്ടാ. എന്തായാലും ഇങ്ങോട്ട് വന്നതിനേക്കാളും തിരക്കുണ്ട്. നമ്മളൊരു ടേബിളൊക്കെ ഫൈൻഡ് ചെയ്ത് അവിടെ സെറ്റായി. I'm in the difficulty level. ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോയത് ഒരു പാതിരാത്രിയായിരുന്നു. മാത്രമല്ല എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും ആ കുറവൊക്കെ ഈ ട്രിപ്പിൽ തീർത്തു. എന്താ ഭംഗി! മലയും താഴെ കടലും സൈഡിൽ ഞങ്ങളുടെ ഷിപ്പും. ആ ഭംഗി കാരണം പാടാത്തവർ വരെ പാടിപ്പോവും. എന്തായാലും അധികം നേരം പുറത്ത് കാറ്റും കൊണ്ടുവന്നില്ല, കാരണം നാളെ തുടങ്ങി ബാക്ക് ടു വർക്ക് ആൻഡ് സ്കൂൾ. അതുകൊണ്ട് സിക്കായ പണി പാളും. അങ്ങനെ പറഞ്ഞു നുമ്പ അവസാനം വെല്ലിംഗ്ടൺ എത്തി. എന്താലേ! എന്തായാലും ക്രൈസ്റ്റ് ചർച്ച് ഞങ്ങൾ മിസ്സാക്കും. വി ഹാഡ് ആൻ ഓസം ട്രിപ്പ് ആൻഡ് ലോട്ട് ഓഫ് സ്വീറ്റ് മെമ്മറീസ് ടു ചെറിഷ്. നുമ്പ വീണ്ടും വരൂട്ടാ. അങ്ങനെ നമ്മുടെ ക്രൈസ്റ്റ് ചർച്ച് വ്ലോഗ് സീരീസിന് വിരാമം. പോയി കഴിഞ്ഞു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബൈ.